തൃശൂർ കൊടകര കുഴൽപ്പണ കേസിൽ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ ബി.ജെ.പി. മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിൽ നിന്ന് അന്വേഷണ സംഘം ഇന്ന് മൊഴി രേഖപ്പെടുത്തും. ഇരിങ്ങാലക്കുട അഡീഷണൽ സെഷൻസ് കോടതിയിൽ നിന്ന് കേസിൽ തുടരന്വേഷണത്തിന് അനുമതി ലഭിച്ചതോടെയാണ് സതീഷിൽ നിന്ന് മൊഴി എടുക്കുന്നത്. പ്രത്യേക അന്വേഷണ സംഘത്തലവൻ കൊച്ചി ഡി.സി.പി. സുദർശന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് രാവിലെ 11 മണി മുതൽ മൊഴി രേഖപ്പെടുത്തുക. വിവരങ്ങളുമായി സുനിൽ ചേരുന്നുണ്ട്. സുനിൽ, ഗുഡ് മോർണിംഗ്. ഈ മൊഴിയെടുപ്പും അതിന്റെ കാര്യങ്ങളും നടപടികളും ഒക്കെ രാവിലെ തന്നെ ആരംഭിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് ലഭ്യമാകുന്നത്? ഗുഡ് മോർണിംഗ് പ്രിയ. കൊടകര കുഴൽപ്പണ കേസുമായി ബന്ധപ്പെട്ട് നിർണായക ഒരു ദിവസമാണ് തൃശ്ശൂരിൽ നടക്കാൻ പോകുന്നത്. അതായത് അന്വേഷണ സംഘം രൂപീകരിച്ച ശേഷം ഈ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട് അനുമതി തേടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ അനുമതി ഇന്നലെ കോടതിയിൽ നിന്ന്, ഇരിങ്ങാലക്കുട സെഷൻസ് കോടതിയിൽ നിന്ന് തുടരന്വേഷണത്തിന് അനുമതി ലഭിച്ചതോടെയാണ് കാര്യങ്ങൾ വളരെ വ്യക്തമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. അതായത് ബി.ജെ.പിയുടെ മുൻ ഓഫീസ് സെക്രട്ടറിയായ തൃശ്ശൂർ ജില്ലാ ഓഫീസിലെ സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് നടത്തിയ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തുടരന്വേഷണം നടത്തുന്നത്. അത്തരത്തിൽ തുടരന്വേഷണത്തിന് സംസ്ഥാന സർക്കാർ തന്നെ നിയമോപദേശം തേടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 8 അംഗ ഉദ്യോഗസ്ഥരെ തുടരന്വേഷണത്തിനായി നിയോഗിക്കുകയും ചെയ്തു. കൊച്ചി ഡി.സി.പി. സുദർശൻ്റെയും നേരത്തെ ഈ കേസ് കൊടകര കുഴൽപ്പണ കേസ് അന്വേഷിച്ചിരുന്ന സംഘത്തലവൻ വി.കെ. രാജുവിൻ്റെയും DYSP വി.കെ. രാജുവിൻ്റെയും നേതൃത്വത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. DIG ആണ്, തൃശ്ശൂർ റേഞ്ച് DIG ആണ് ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുന്നത്. ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ 10 മണിക്ക് തൃശ്ശൂർ പോലീസ് ക്ലബ്ബിൽ പ്രത്യേക യോഗം ചേരും. ഈ യോഗം ചേർന്നാണ് തുടർ അന്വേഷണം സംബന്ധിച്ച കാര്യങ്ങളിൽ ഏത് തരത്തിൽ മുന്നോട്ട് പോകണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കും. അതിനുശേഷം 11 മണിക്കാണ് ഈ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ തിരൂർ സ്വദേശി സതീഷിനെ മൊഴി രേഖപ്പെടുത്താനായി നോട്ടീസ് നൽകിയിട്ടുള്ളത്. 11 മണിയോടുകൂടി തന്നെ സതീഷ് പോലീസ് ക്ലബ്ബിലെത്തി മൊഴി രേഖപ്പെടുത്തും. ഇന്നലെ സതീഷ് മാധ്യമങ്ങളോട് പറഞ്ഞത് താൻ അന്ന് നടത്തിയ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ 6 ചാക്കുകളിലായി 9 കോടി അധികം രൂപ തൃശ്ശൂർ ജില്ലാ ഓഫീസിൽ കൊണ്ടുവന്നിരുന്നു. അന്ന് ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് അനീഷ് കുമാറും ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രനും ആ സമയത്ത് ഓഫീസിലുണ്ടായിരുന്നുവെന്നും ധർമ്മരാജാണ് പണം കൊണ്ടുവന്നിരുന്നതെന്നും വിവിധ ഘട്ടങ്ങളിൽ പണം കർണാടകത്തിൽ നിന്ന് എത്തിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ധർമ്മരാജുമായി സുരേന്ദ്രൻ്റെ മകനും ബന്ധപ്പെട്ടിരുന്നുവെന്നും ധർമ്മരാജ് പറഞ്ഞുവെന്നും സതീഷ് അന്ന് വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. അപ്പോൾ അന്ന് നടത്തിയ ഈ വെളിപ്പെടുത്തലുകൾ സംബന്ധിച്ചാണ് ഇന്നിപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നത്. ഇന്നലെയും സതീഷ് ആവർത്തിച്ച് പറഞ്ഞു താൻ അന്ന് എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു അതെല്ലാം വളരെ സത്യസന്ധമായ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ഇന്ന് അന്വേഷണ സംഘത്തിന് മുന്നിൽ ആവർത്തിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ താൻ പറഞ്ഞ കാര്യങ്ങളെ കൂടുതൽ ക്രെഡിബിലിറ്റി വരുന്നതിന് വേണ്ടിയിട്ടുള്ള തെളിവുകളും ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെ കൈമാറും എന്നും പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം മാധ്യമങ്ങളോട് ഇത് സംബന്ധിച്ച വിശദീകരണം നടത്തുമെന്നാണ് സതീഷ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രനെയും ബി.ജെ.പിയും തന്നെ പ്രതിക്കൂട്ടിലാക്കിയിരിക്കുന്ന ഒരു വിഷയമാണ് ഈ കൊടകര കുഴൽപ്പണ കേസ്. വിവിധ തെരഞ്ഞെടുപ്പിൽ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ അടക്കം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അടക്കം കോടികളാണ് സംസ്ഥാനത്തേക്ക് ഇത്തരത്തിൽ ധർമ്മരാജ് കൊണ്ടുവന്നിട്ടുള്ളത് എന്നുള്ള കാര്യങ്ങളും ഇത് സംബന്ധിച്ച് നേരത്തെ തന്നെ അന്വേഷണം നടത്തി. ഈ അന്വേഷണത്തിൽ പോലീസ് കൃത്യമായി കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഈ കുറ്റപത്രത്തിനകത്ത് 2 ശുപാർശകളും പോലീസ് അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചിരുന്നു. അത് ഒന്നാമത്തത് ദേശീയ അന്വേഷണ ഏജൻസി ED ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തണം. കാരണം ഇത് കുഴൽപ്പണ ഇടപാടാണ്, സാമ്പത്തിക തട്ടിപ്പാണ്, കണക്കിൽപ്പെടാത്ത പണമാണ്. അപ്പോൾ ഇതിൻ്റെ സ്രോതസ്സ് കണ്ടെത്തണം. ഇത് ആർക്കൊക്കെ വിനിയോഗിച്ചിട്ടുണ്ട്, ആരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളത് സംബന്ധിച്ച് അന്വേഷണം നടത്തണം. അതിന് ED തന്നെ സാധ്യമാവുകയുള്ളൂ എന്നാണ് ഒരു ശുപാർശ. രണ്ടാമത്തെ ശുപാർശ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു അന്വേഷണം കൂടി ഇതിനകത്ത് ഉണ്ടാകണം എന്നുള്ളതാണ്. സംസ്ഥാന പോലീസിന് ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന പോലീസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കണ്ടെത്തലുകളെല്ലാം കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് EDയുടെയും IT-യുടെയും അന്വേഷണ തലവന്മാർക്ക് നൽകിയിട്ടുള്ള കത്തിലും വി.കെ. രാജു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നിലനിൽക്കുമ്പോഴാണ് സതീഷ് പുതിയ വെളിപ്പെടുത്തലുമായി വന്നത്. ഈ പുതിയ വെളിപ്പെടുത്തൽ സംബന്ധിച്ചാണ് ഇപ്പോൾ അന്വേഷണ സംഘം മൊഴി രേഖപ്പെടുത്തി തുടർ നടപടികളിലേക്ക് കടക്കാൻ പോകുന്നത്. പ്രിയ. ശരി സുനിൽ, എന്തായാലും തൃശൂർ കൊടകര കുഴൽപ്പണ കേസിൽ നിർണായക വെളിപ്പെടുത്തൽ നടത്തിയ ബി.ജെ.പി. മുൻ ഓഫീസ് സെക്രട്ടറി തിരൂർ സതീഷിൽ നിന്ന് അന്വേഷണ സംഘം ഇന്ന് മൊഴി രേഖപ്പെടുത്തുകയാണ്. തുടർ അന്വേഷണത്തിന് കോടതിയുടെ അനുമതി വന്ന പശ്ചാത്തലത്തിലാണ് ഈ മൊഴിയെടുപ്പും അതിന്റെ നടപടികളും നടക്കാൻ പോകുന്നത്. രാവിലെ തന്നെ അത് ആരംഭിക്കും എന്നും വ്യക്തമാകുന്നു. സുനിൽ അരുമാനൂറാണ് തൃശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.